ഹലോ! ഒരു കൊല്ലത്തിന് ശേഷം മെയ് 6, 2025 നടന്ന എൻ്റെ ബ്രൈഡ് ടു ബീൻ്റെ വീഡിയോ ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇന്നാണൊന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ടൈം കിട്ടിയത്. വർക്ക് പ്രഷറും ബാക്കി റെസ്പോൺസിബിലിറ്റീസും എല്ലാം കാരണം എനിക്ക് ഇതിനൊന്നും സമയമില്ലായിരുന്നു. ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ബ്രൈഡ് ടു ബീൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ആണോ ഇൻസൈറ്റിൻ്റെ ആണോ എന്നറിയില്ല. ഓറഞ്ച് കൺസീലറാണ് ഞാൻ ആദ്യം ഒരു കളർ കറക്റ്റർ പോലെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പാക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായ ഐ ഷാഡോവും ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ഞാൻ തന്നെ ആയിരുന്നു മേക്കപ്പ്. എല്ലാവരും പറയുന്നത് ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു എൻ്റെ റിസപ്ഷൻ മേക്കപ്പിനേക്കാളും നന്നായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്. എനിക്ക് ആദ്യം മുതലേ ഈ ഹൽദി പോലത്തുള്ള പ്രോഗ്രാംസും അങ്ങനെയൊന്നും വലിയ ലക്ഷ്വറിയസ് ആയ കല്യാണം വേണ്ടെന്ന് പണ്ട് മുതലേ ഞാൻ തീരുമാനിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ റിലേറ്റീവ്സും എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഒരു ബ്രൈഡ് ടു ബി കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൽദി ഒന്നും വേണ്ട, വെറുതെ രംഗോളി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഏത് കളറും ഇടാമല്ലോ. വെറുതെ നമ്മൾ ഹൽദി അങ്ങനെ അല്ലെങ്കിൽ ഗുലാബി എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഓരോ കളർ അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് അല്ലേ അവർക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും നിർബന്ധമൊന്നും ഇല്ല, ആർക്കും എന്ത് കളറും ഇട്ടും വരാം. ജസ്റ്റ് നമുക്ക് ഡാൻസൊക്കെ വെച്ച് പാട്ട് വെച്ച് എല്ലാവർക്കും ഒന്നിച്ച് ഡാൻസ് ചെയ്യാം, അങ്ങനെയല്ലായിരുന്നു പ്ലാന്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ പന്തലിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്തു. ഈവൻ ഡ്രസ്സ് പോലും ഞാൻ ഒരു തവണ യൂസ് ചെയ്ത ഡ്രസ്സായിരുന്നു. ഞാൻ ന്യൂ ഡ്രസ്സൊന്നും വാങ്ങിയില്ല ഈ ഒരു ഫംഗ്ഷന് വേണ്ടി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പാക്ക് എന്ന് പറഞ്ഞ ഫൗണ്ടേഷനായിരുന്നു. അനിയത്തിൻ്റെ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ 1 ഷെയ്ഡ് ബ്രൈറ്റർ ആയിരുന്നു എനിക്ക്. പക്ഷെ നല്ല ഫൗണ്ടേഷനാണ്, പ്രൈമർ പോലും ഇല്ലാതെ നമുക്ക് നല്ലൊരു ഫിനിഷ് ആയിരിക്കും ഫേസിന് കിട്ടുക. പക്ഷെ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ഓവർ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഫുൾ ബ്ലെൻഡായി കഴിഞ്ഞപ്പം കറക്റ്റ് അത്ര ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല. നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നു. നല്ലൊരു ബേസ് ആയിരുന്നു. ഓൾറെഡി ഞാൻ ഫേഷ്യൽ ചെയ്തുകൊണ്ടും ഫേസ് ഷേവ് ചെയ്തുകൊണ്ടും ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷ് ആയിരുന്നു എനിക്ക് ഈ ഒരു. ഇത് കുറച്ച് കൂടുതലായി പോയില്ലേ നല്ലോണം എന്നാലോ? വേണ്ട വേണ്ട, താഴോട്ട് കുറച്ച് ഓവറായാലും നെക്കിനെല്ലാക്ക് കൈകിട്ടാതൊന്ന് മുഖം പോയിട്ട് കുറച്ച് സൈഡിലോട്ട് എല്ലാവരും നൽകി വന്നിട്ട് കുറച്ച് പൊതിച്ചോ, നമ്മളെ മുഖത്ത് ലൈറ്റില്ല. കേട്ടില്ലേ? കബീർ എൻട്രി സോങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയത് ഗുജറാത്തി കാലത്തുള്ള സോങ്ങാണ്. എന്തായാലും ഇതൊക്കെയാണ് ഒരു റോ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിനിമാറ്റിക് ആക്കാൻ നോക്കിയാലും ഇതുപോലെ എല്ലാവരുടെ സന്തോഷവും ആ ഒരു ആഘോഷമൊക്കെയാണ് ശരിക്കും ഒരു ആഘോഷം.